നമസ്കാരം. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വലിയ ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവർ ഉന്നയിച്ചിരുന്നത്. ആ PV അൻവർ MLAക്ക് ഇപ്പോൾ മറുപടി നൽകാൻ സതീശൻ തയ്യാറായിരിക്കുകയാണ്. കാരണം പദ്ധതി അട്ടിമറിക്കുവാൻ ഇതര സംസ്ഥാന IT കമ്പനികളിൽ നിന്ന് സതീശൻ, അതായത് വി ഡി സതീശൻ 150 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അൻവർ. അതായത് ഈ കേരയിൽ അട്ടിമറിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതര സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളുമായി, ഇതര സംസ്ഥാനങ്ങളിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് ഏകദേശം 150 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു PV അൻവർ MLAയുടെ ആരോപണം. ആ ആരോപണത്തെ ഇപ്പോൾ പക്ഷേ വി ഡി സതീശൻ പരിഹസിച്ചു തള്ളിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന എല്ലാ രാജകൊട്ടാരങ്ങളിലും വിദൂഷകന്മാർ ഉണ്ടായിട്ടുണ്ട്, അത്തരക്കാരെ തിരിച്ചറിയുവാനുള്ള കഴിവാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഭരണാധികാരികളാണ് ആവശ്യം. അല്ലാതെ സൂര്യനാണ് ചന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പാടെ വിശ്വസിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് സതീശൻ കുറ്റപ്പെടുത്തുകയാണ്. ഒരു പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് സതീശൻ. കേരളയിൽ വന്നിരുന്നു എങ്കിൽ IT രംഗം കുതിച്ചുയരും. ഈ IT രംഗത്ത് ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ? കർണാടക IT തകരും, അതുകൊണ്ട് അവിടുത്തെ കമ്പനികൾ എന്നെ കൂട്ടുപിടിച്ചു. ഇതൊക്കെയാണ് PV അൻവറിൻ്റെ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്. ഇതിൽ ചിരിക്കണോ കരയണമോ എന്ന് അറിയില്ല എന്നാണ് വി ഡി സതീശൻ്റെ വാദം. ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള വ്യക്തിയാണ്. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെയാണോ? മുഖ്യമന്ത്രി സഭാ നേതാവല്ലേ? മുഖ്യമന്ത്രിയുടെ അതുകൊണ്ട് സഹതാപം മാത്രമാണ് തോന്നുന്നതെന്ന് വി ഡി സതീശന് പരിഹാസ രൂപേണ പറയേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം. ഇതുപോലൊന്ന് വായിച്ചിട്ട് അവതരിപ്പിക്കുവാൻ ആരെങ്കിലും അനുമതി നൽകുമോ എന്ന് ചോദ്യമുണ്ട്. ഇങ്ങനെ വായിച്ച് പറയുന്ന ഒരു സ്ഥിതിവിശേഷം, ഇത്തരത്തിൽ പരിഹാസ്യ പാത്രമാകേണ്ട ആവശ്യമുണ്ടോ ഒരു വ്യക്തിക്ക്? എഴുതിത്തരാത്ത ആരോപണം സഭയ്ക്ക് പുറത്തുള്ളവരെക്കുറിച്ച് ഉന്നയിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെ ഉന്നയിക്കാൻ കഴിയുമോ? എന്തായാലും ആരോപണം രേഖയിൽ നിന്ന് പിൻവലിക്കണം എന്ന് പറയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം ഈ വരുംകാലത്തിൻ്റെ തലമുറയുണ്ടല്ലോ, ആ കാലത്തിലെ തലമുറ ഇതുപോലെ ആരോപണം ഉന്നയിച്ചിരുന്നവർ ഉണ്ടായിരുന്നുവെന്ന് അവരും മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള ഒരു വാദം കൂടി സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അൻവറിനെ പോലുള്ള മണ്ടന്മാരുണ്ടായിരുന്നു എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മാസപ്പടി വിവാദത്തെക്കുറിച്ച്, ROC റിപ്പോർട്ടിനെ കുറിച്ച് ഒക്കെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ വലിയ പരാമർശങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്, ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നപ്പോൾ വീണയെ കേട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അവസരം കൊടുത്തിട്ടും വീണയുടെ കമ്പനിക്ക് മറുപടി പറയാൻ ആയില്ല എന്നാണ് ROCയുടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ ROCയുടെ കണ്ടെത്തൽ എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണല്ലോ. പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിയമപരമല്ലാത്ത തരത്തിലുള്ള ഇടപാടുകൾ ആണ് നടക്കുന്നത് എന്ന് പൊതുസമൂഹം ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എക്സാലോജിക്കിനെ കുറിച്ച്. മറ്റൊന്ന് കേരയിൽ പദ്ധതിയാണ്. കേരയിൽ പദ്ധതി നടപ്പായാൽ കേരളത്തിൻ്റെ IT മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുന്നു. ആ IT മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ കുതിച്ചുചാട്ടം ഇല്ലാതാക്കുവാനുള്ള ശ്രമം ഇതര സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലെ IT ഭീമന്മാരുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി അതിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്നു വരുന്ന പ്രക്ഷോഭങ്ങളെന്ന് അത്തരത്തിലുള്ളൊരു ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. അതിനെ വളരെ ബാലിശമായി കാണാനേ സതീശന് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഏകദേശം 5 വർഷം കൊണ്ട് 25 വർഷത്തെ പുരോഗതി കൈവരിക്കുവാൻ ഉതകുമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു കേരയിൽ പദ്ധതി. ആ കേരയിൽ പദ്ധതി അട്ടിമറിക്കുവാനാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ പ്രേരിപ്പിച്ചത് എന്നും കേരളത്തിലെ യുവത ജോലികൾക്കായിട്ട് പിന്നീട് അവരെ ആശ്രയിക്കില്ല എന്നത് ആ തിരിച്ചറിവ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു. യുവാക്കൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, കൊടുക്കുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ, ഒന്നാം ഘട്ടത്തിൽ കാര്യമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന പ്രതിപക്ഷം പിന്നീട് അങ്ങോട്ട് എന്തു സംഭവിച്ചാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പണം കൈപ്പറ്റിയത് കൊണ്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വി ഡി സതീശനും പങ്കുണ്ട് എന്ന് അൻവർ ആരോപിക്കുന്നുണ്ട്. ആരോപണത്തിൽ എത്ര കഴമ്പുണ്ടെന്നറിയില്ല. ആ കൊടി ചതി ചെയ്യുന്നതിനായിട്ട് കൂട്ടുനിന്നത് AICCയുടെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാലുമായി കോർപ്പറേറ്റ് കമ്പനികൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് വി ഡി സതീശൻ. ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്തം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. ദൗത്യം വിജയിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമായിരുന്നു വി ഡി സതീശന് നൽകിയിരുന്ന വാഗ്ദാനം അല്ലെങ്കിൽ ഓഫർ എന്നാണ് അൻവർ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ എത്ര പണം മുടക്കുവാൻ വേണ്ടിയിട്ടും ഈ അന്യസംസ്ഥാന ഭീമന്മാർ, IT ഭീമന്മാർ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ വി ഡി സതീശനൊപ്പം കൂടിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് ഈ കേരയിൽ
കേരളത്തിൽ രണ്ടായി വെട്ടിമുറിക്കുവാനുള്ള പദ്ധതിയാണ് എന്ന് കുപ്രചരണം നടത്തി സമരങ്ങളും സന്നാഹങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് എന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നാടിൻ്റെ എല്ലാ തരത്തിലുള്ള വികസന പദ്ധതികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊക്കെ പദ്ധതികളുണ്ടോ ആ പദ്ധതികൾക്കൊക്കെ പാരവയ്ക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിൽ ഉള്ളതെന്നൊക്കെയാണ് അൻവർ പറഞ്ഞു നടക്കുന്നത്. 2021 ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് ഇലക്ഷൻ ഫണ്ട് എന്ന നിലയ്ക്ക് അന്ന്, അതായത് 2021 ഇലക്ഷന് മുമ്പ് 150 കോടി രൂപയാണ് വി ഡി സതീശൻ്റെ കൈകളിൽ എത്തിയത്. ഈ ശീതീകരിച്ചു വരുന്ന മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നർ ലോറികളിലൂടെ 3 ഘട്ടങ്ങളിലായി 50 കോടി വീതമാണ് പണം തൃശ്ശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്ത് എത്തിച്ചു കൊടുത്തത് എന്നാണ് അൻവർ പറയുന്നത്. അൻവറിന് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം കേട്ടോ. അവിടെ നിന്ന് ആംബുലൻസുകളിലാണ് പണം വി ഡി സതീശൻ്റെ കൂട്ടാളികളുടെ കൈകളിൽ എത്തിച്ചത് എന്നും അൻവർ ആരോപിക്കുകയാണ്. അൻവർ ഇതൊക്കെ ഇത്രയും കൃത്യമായി അങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അൻവറിന് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ പണമാണ് തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായിട്ട് നേതാക്കൾക്ക് നൽകുകയോ അല്ലെങ്കിൽ കേരളത്തിൽ ചിലവഴിക്കുകയോ ചെയ്തത് എന്നും അത് പ്രകാരമല്ല നടപ്പിലാക്കിയതെന്നും പറഞ്ഞു. പകരം കർണാടകയിലാണ് പ്രതിപക്ഷ നേതാവ് നിക്ഷേപിച്ചതെന്നാണ് അൻവറിൻ്റെ ആരോപണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മാസത്തിൽ 3 തവണയെങ്കിലും വി ഡി സതീശൻ ബംഗളൂരുവിലേക്ക് യാത്ര പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തണമെന്നും ഒക്കെയാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അൻവറിൻ്റെ ഈ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാൽ KPCCയുടെ ഔദാര്യമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് താൻ നടത്തുമെന്ന് വി ഡി സതീശൻ വെല്ലുവിളിച്ചിരുന്നു എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. ഈ പണം കൊണ്ട് അതായത് 150 കോടി രൂപ കയ്യിലുള്ള ആ ധൈര്യത്തിലാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തത് എന്നാണ് അൻവറിൻ്റെ മറ്റൊരു ആരോപണം. കോൺഗ്രസ് പ്രവർത്തകരോടടക്കം കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് തോന്നുന്നു മാപ്പർഹിക്കാത്ത കൊടും പാപമാണ് സതീശൻ ചെയ്തതെന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. കാരണം അൻവറിന് ഇത്രയും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അൻവർ മാത്രം കണ്ടുപിടിക്കപ്പെട്ട ചില പുതിയ സംവിധാനങ്ങളിലൂടെയാണ് അദ്ദേഹം യാത്ര തുടരുന്നതെന്ന് പറയാം. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ആ കേരയിൽ പദ്ധതി ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രക്ഷോഭം ഈ കോൺഗ്രസ് ഇവിടെ നടത്തുകയുണ്ടായി. അത് ആരും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത്. കാരണം മഞ്ഞക്കുറ്റികളൊക്കെ പറക്കി റോഡിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവുമൊക്കെ ഉണ്ടായിരുന്ന വലിയ സംഭവങ്ങൾ, സമരപരമ്പരകൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമരപരമ്പരകൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ഈ വി ഡി സതീശൻ തന്നെയാണ് എന്ന് അൻവർ മറന്നു പോകുന്നുണ്ടോ എന്നറിയില്ല. അൻവർ പറയുന്നത് ഈ പണമെല്ലാം ഏകദേശം 150 കോടിയോളം രൂപ കർണാടകയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ്. കർണാടകയിൽ അത്രയും വലിയ നിക്ഷേപങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് വാതോരാതെ പറയുന്ന അൻവറിന് എവിടെ നിന്നാണ് ലഭിച്ചത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ എന്നറിയില്ല. എന്തായാലും അൻവറിന് ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കുകയും അതിപ്പോൾ പുറത്തുവിടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് എന്തുകൊണ്ടാണ് 2021 നടന്ന പദ്ധതിയെക്കുറിച്ച് 150 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് കള്ളപ്പണത്തെക്കുറിച്ച് ഇന്ന് വരെ വാതുറക്കാതിരുന്ന അൻവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ തുനിഞ്ഞത്? വി ഡി സതീശൻ ഇപ്പോഴല്ലല്ലോ ഈ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അപ്പോഴൊന്നും പറയാതിരുന്നത്? ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു. മാസപ്പടി വിവാദം കത്തിക്കയറുന്നു. നിയമസഭയിൽ മാസപ്പടി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ കത്തിക്കയറുകയും പിണറായി വിജയന് നിൽക്കക്കള്ളി ഇല്ലാതെയും വരുമ്പോൾ പിണറായി വിജയനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പിണറായി വിജയനെ ഒന്ന് പുകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടും വീണ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നടത്തുന്ന ചില ആഭിചാര ക്രിയകളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ ഈ 150 കോടി രൂപയുടെ അഴിമതി എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അൻവറെ. അൻവർ കാണിക്കുന്ന ഈ തെണ്ടിത്തരമൊക്കെ കുറച്ച് മുൻപേ കാണിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയേനെ, തിരിച്ചറിഞ്ഞേനെ. ഒരു സുപ്രഭാതത്തിൽ വീണ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മാസപ്പടി വിവാദം കത്തിക്കയറുന്ന ഒരു അവസ്ഥയിൽ നിയമസഭയിൽ അത് വലിയ കയ്യാങ്കളിയിലേക്ക് എത്തപ്പെടുന്നു, അല്ലെങ്കിൽ വലിയ വാദപ്രവാദങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നിയമസഭ സ്തംഭനാവസ്ഥയിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ അഴിമതി കഥ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്. എങ്കിൽ തെളിയിക്കൂ, ഈ പറയുന്ന കഥകളൊക്കെ എവിടെ നിന്നാണ് വന്നത്, ഏത് കണ്ടെയ്നറിലാണ് വന്നത്, എങ്ങനെയാണ് ഇവ വീടുകളിലേക്ക് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കൃത്യമായ തെളിവുകൾ കൊണ്ടുവന്ന് വലിയ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വി ഡി സതീശന് വളരെ കൃത്യമായ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടാത്ത വിധം അദ്ദേഹത്തിനെ ജയിലറകൾക്കുള്ളിലാക്കൂ. ഇത്തരത്തിൽ അഴിമതി നടത്തുന്നവർക്ക് കിടക്കാൻ പറ്റുന്ന ഇടം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ വി ഡി സതീശനെ കുരുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ നേതാവായിട്ടുള്ള പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും ജയിലഴികൾക്കുള്ളിലേക്ക് പോകാതിരിക്കട്ടെ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക.